നമസ്കാരം. കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ്, പുതുവെട്ട്, ഇടക്കടവ് മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷം. ഇന്നലെ രാത്രി പുതുവെട്ട് സ്വദേശി രാജൻ്റെ കൃഷിയിടം അപ്പാടെ നശിപ്പിച്ചു. വാഴ, കപ്പ, തെങ്ങിൻ തൈകൾ, കമുകിൻ തൈകൾ എന്നിവ പിഴുതെടുത്തും ചവിട്ടിയും നശിപ്പിച്ച നിലയിലാണ്. നേരത്തെ പന്നി, മയിൽ, കുരങ്ങ് എന്നിവ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ ആനശല്യം വ്യാപകമായിട്ടുള്ളത്. കൃഷിയിടത്തിന് ചുറ്റും രാജൻ സ്വന്തം നിലയിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് സംവിധാനവും ആനക്കൂട്ടം തകർത്തു. ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും താൻ ഉൾപ്പെടെ മേഖലയിലെ കർഷകർ കൃഷി അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരികയാണെന്നും വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പ് വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ സേവനം ലഭിക്കുന്നില്ലെന്നും രാജൻ പറഞ്ഞു. എൻ്റെ പേര് രാജനാണ്. ഞാൻ ജീവിക്കുന്നത് പുതുവെട്ടാണ് താമസിക്കുന്നത്. ഞാൻ കൃഷി ചെയ്ത് ഉപജീവനം ചെയ്യുന്ന ആളാണ്. ഇത് ഇന്നലെ രാത്രി ഒരു 3 മണിയായപ്പോൾ ഒരു കൊമ്പനും ഒരു പിടിയും കൂടെ കയറി എൻ്റെ കൃഷി മൊത്തം നശിപ്പിച്ചു. ഏകദേശം വാഴ ഒരു പൂർണ്ണമായിട്ടും എല്ലാം വാഴയും നശിച്ചു. ഒരു 10-300 വാഴ വെച്ചാൽ ഏകദേശം അതെല്ലാം തീർന്നു. പിന്നെ കപ്പ പോയി. അതുപോലെ ഫെൻസിങ് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. ഫെൻസിങ് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഇതിന് പലതവണ ഇത് എൻ്റെ അവസ്ഥ മാത്രമല്ല, ഇത് ഒട്ടുമിക്ക കൃഷിക്കാരൻ്റെ അവസ്ഥ തന്നെയാണ്. ഇന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. അതിന് നമുക്ക് ഇനി വരുന്ന സർക്കാരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല നടപടിയെടുത്ത് നല്ലൊരു മന്ത്രിയെ കൊണ്ടുവന്ന് നമുക്ക് കർഷകന്റെ ദുഃഖം അറിയുന്ന ഒരു മന്ത്രിയെ കൊണ്ടുവന്ന് നമുക്ക് കർഷകന് ഒരു താങ്ങായിട്ട് നിൽക്കാം എന്ന് വിനയപൂർവ്വം കേൾക്കുന്നു. ഇടക്കടവിൽ അടിക്കടി കാട്ടുപോത്തുകൾ എത്തുന്നുണ്ട്. പ്രദേശത്തെ പുരയിടങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന കാട്ടുപോത്തുകൾ ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായി ആരെങ്കിലും ഇവയുടെ മുന്നിൽപ്പെട്ടാൽ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും അതിനാൽ ബന്ധപ്പെട്ട വനംവകുപ്പ് ജീവനക്കാർ ഇവയെ മേഖലയിൽ നിന്നും തുരത്തണമെന്നും ആവശ്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.